ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു കാശ്മീരി ബിരിയാണി. അപ്പോൾ നമുക്കത് ഉണ്ടാക്കൽ തുടങ്ങാം. അപ്പോൾ കാശ്മീരി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു 350 ഗ്രാം സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം മസാലയ്ക്കും 50 ഗ്രാം റൈസുക്കും പിന്നെ ഗാർണിഷ് ചെയ്യാനും വേണ്ടി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സവാള ഒന്ന് കോരി വെക്കാം. അപ്പോൾ അടുത്തായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ ചിക്കനക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാല, ഏലം, പട്ട, ഗ്രാമ്പൂ, താക്കോലം, ജാതിപത്രി എല്ലാം പൊടിച്ചത് 1.5 ടേബിൾ സ്പൂണ്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂണ് പെരുംജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ചിക്കനൊക്കെ ഇടുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂണ് പച്ചമുളക്, പുതിന, മല്ലിയില എല്ലാം കൂടെ ചതച്ചത് 2 ടേബിൾ സ്പൂണ്. അപ്പോൾ ഇത് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർക്കുന്നുണ്ട്. 350 ഗ്രാം ഫ്രൈ ചെയ്തതിൽ 300 ഗ്രാമും ഈ മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. എല്ലാം പൊടിച്ചിട്ട് കണ്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു നാരങ്ങ ചേർക്കാൻ മറന്നുപോയി. നാരങ്ങ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 150 മില്ലി തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മണിക്കൂറോ ഇങ്ങനെ റെസ്റ്റിന് ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഇനി കുറച്ച് അരി വെള്ളത്തിൽ നമുക്കിടാം. 1 കിലോ വെളുത്ത ബസുമതി റൈസ്, ഇത് 1 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി, കുറച്ച് കറുത്ത ഉണക്കമുന്തിരി, അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്ത ആ ഉരുളി തന്നെ നമുക്കൊരല്പം എണ്ണ വെച്ചിട്ട്, എണ്ണ കൂടണ്ട, കാരണം ആ മസാലയിൽ എണ്ണ ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഫ്രൈ ചെയ്ത ഒനിയൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ എണ്ണയും
എല്ലാം കൂടെ എണ്ണ കൂടുതലാവും. പിന്നെ മുകളിൽ റൈസിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കും, അതും ഇതിലേക്ക് വരും. അപ്പോൾ എണ്ണ കുറച്ച് വലിപ്പം എണ്ണ ഒഴിച്ചോളൂ. പിന്നെ ഗരം മസാല ഇട്ട് ഒരു 250 ഗ്രാം തക്കാളി പേസ്റ്റ് അടിച്ചത് ഇതിലേക്ക് വയ്ക്കുക. ഒരു 1/4 കപ്പ് കപ്പല്ല 1/2 കപ്പ് വെള്ളം മിക്സി ഒന്ന് ചുരട്ടി വെക്കുന്നുണ്ട്. ഈ തക്കാളിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ആ ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കനിക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആ മിക്സിയിൽ ചുരട്ടി വെച്ചിട്ടുള്ളൂ. വേറെ തക്കാളി ചിക്കനിന് ഇറങ്ങി വരുന്ന വെള്ളം ആ വെള്ളമൊക്കെ ഉള്ളൂ, വേറെ വെള്ളം നമ്മൾ വെച്ചിട്ടില്ല. അത് കാരണം ഒരു അരമണിക്കൂറല്ലേ വേവുള്ളൂ. ഒരു അരമണിക്കൂർ ഇതിഞ്ഞ് മൂടി വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ച് എടുക്കാം. അപ്പോൾ അരമണിക്കൂർ സ്ലോ കുക്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മസാല നല്ല സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് മേലെ ഇനി കുറച്ച് മല്ലി പുതിന ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ മുടി വെച്ച് വേവിക്കുക. അപ്പോൾ റൈസ് വേവിക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അല്പം കല്ലുപ്പിടാം പാകത്തിന്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം. കുറച്ച് ഓയിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കഴുകി ഊറ്റി വെച്ച അരി ചേർക്കുന്നുണ്ട്. കുരുമുളക് ചേർക്കുന്നു. അപ്പോൾ അരി വെന്താന്ന് നോക്കുക. അപ്പോൾ അരി വെന്തിട്ട് ഇത് ദമ്മുക്ക് മാറ്റാം. ഇനി കുറച്ച് ഗരം മസാല പൊടിച്ചത് റൈസിന് മേലെ തൂവി കൊടുക്കുക. കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞത്, കുറച്ച് കാഷ്നട്ട് മുന്തിരി ഫ്രൈ ചെയ്ത്, കുറച്ച് ഫ്രഷ് ഗ്രീൻ മുന്തിരി ഇതിന് മേലിടുന്നുണ്ട്. കുറച്ച് റുമാൻ ഇതിന് മേലിടുന്നുണ്ട്. സവാള ഫ്രൈ ചെയ്തത്, ഇനി ബാക്കി റൈസ് ഇതിന് മുകളിലിടാം. അപ്പോൾ മഞ്ഞ കളറിന് പകരം ഒരു സൈഡിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഈ സൈഡിൽ കുറച്ച് നാരങ്ങൻ്റെ
പീസ് വിട്ടിട്ടുണ്ട്. അല്പം റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. ഒരു 50 നെയ്യ്, 50 സൺഫ്ലവർ ഓയിൽ രണ്ടും കൂടെ 100 മില്ലി ഒഴിക്കുന്നുണ്ട്. 1 കിലോ റൈസാണ് അപ്പോൾ അതിലേക്കുള്ള കണക്ക്. ഇതിൻ്റെ സൈഡൊന്ന് ഇനി പൊടി മൈദ കൊണ്ട് ഒന്ന് സീൽ ചെയ്തെടുക്കുക. ഇപ്പോൾ സൈഡ് നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോണ്. ബിരിയാണി എന്തായി നോക്കാം. വാവ്, നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ലൈമിൻ്റെ പീസ് മുകളിൽ, മല്ലിയിലൻ്റെ കഷ്ണം, കുറച്ച് പച്ച മുന്തിരി, കുറച്ച് ഫ്രൈഡ് ഒനിയൻ, കുറച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, കുറച്ച് റുമാൻ, കുറച്ച് ചെറി ഇടുന്നുണ്ട്. ഇവർക്ക് ഒരു ബീട്രൂട്ട് റൈത്ത, അച്ചാർ. കാശ്മീരി ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ബീട്രൂട്ട് റൈത്ത, കുറച്ച് മാംഗോ അച്ചാർ, കഴിച്ചോക്കടാ ഉണ്ടെന്ന് പറയും. നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പർ. അപ്പോൾ ഈ കാശ്മീരി ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഫ്രൈഡ് ഒനിയനിൽ കിടന്നിട്ട് ആ ചിക്കനൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.